വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931200916. അമരമ്പലം പാട്ടക്കരിമ്പിൽ വനഭൂമിയിലെ മരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് 2 പേർക്ക് നിസ്സാരമായി പരിക്കേറ്റു. പാട്ടക്കരിമ്പിലെ കുന്നുമ്മൽ സലാമിന്റെ ഭാര്യ സെൽമത്ത്, മകൾ ദിൽന ഷെറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ശനിയാഴ്ച വൈകിട്ട് 7:30യോടെയാണ് സംഭവം. സംസ്ഥാന സർക്കാരിന്റെ നവീകരണ പദ്ധതിയിൽ സ്ഥലം വിട്ടു നൽകിയ ഭൂമിയിലേക്കാണ് കരുളായി വനത്തിലെ ഭീമൻ മരം കടപുഴകി വീണത്. മഴയോടൊപ്പം വീശിയ കാറ്റിൽ കടപുഴകിയെത്തിയ മരം സലാമിന്റെ വീടിന് മുകളിൽ പതിക്കുകയായിരുന്നു. വീടിന്റെ അടുക്കളയും കോണിക്കൂടിന്റെ ഭിത്തിയും തകർന്നു. സെൽമത്ത് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തിരിക്കെയാണ് മരം വീണത്. തലനാരിഴക്കാണ് ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത്. മരം പെട്ടെന്ന് വന്ന് പതിക്കായിരുന്നു വീടിന്റെ മുകളിൽ. വീട് ഏകദേശം പൂർണ്ണമായും തകർന്നു. വീട് മൊത്തത്തിൽ ചെരിവ് വന്നു പോയില്ല. ഇനി താമസിക്കാൻ യോഗ്യമല്ല, താമസിക്കാൻ കഴിയില്ല. വേറെ വീടാണെങ്കിൽ താമസിക്കാൻ എനിക്കില്ല. ഇപ്പം അതിന് ഫോറസ്റ്റർമാർ DFO ബന്ധപ്പെട്ടാണ് എന്താ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റർമാർ വന്ന് പോയി ഇപ്പോൾ പറഞ്ഞത് അതാണ്. പിന്നെ ഇതൊക്കെ മാർക്കിട്ട് പോയ മരങ്ങളാണ്. ഇത് മുറിച്ച് പോകേണ്ട മരങ്ങളാണ്. മാർക്കിട്ടാണ്ട് പിന്നെ മുറിക്കാറുണ്ട്. പിന്നെ ഇത് ഫോറസ്റ്റിലേക്ക് ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്ത വീടാണ്. അതിൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പട്ടയത്തിൻ്റെ പേരും പറഞ്ഞ് പിടിച്ച് വെച്ചേക്കുക. പട്ടയത്തിൻ്റെ പകർപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒറിജിനൽ വേണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് 1.5 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് വെച്ചേക്കുക. നവീകരണ പദ്ധതി പ്രകാരം സർക്കാരിന് സ്ഥലം വിട്ടു നൽകാനുള്ള സമ്മതപത്രം കൈമാറിയെങ്കിലും പണം ലഭിക്കാത്തതിനെ തുടർന്ന് കുടുംബങ്ങൾ ഇവിടെ തന്നെ കഴിയുകയായിരുന്നു. ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഭീഷണിയായി 44ഓളം മരങ്ങളുണ്ട്. ഒപ്പം തന്നെ ഒട്ടനവധി കുടുംബങ്ങളാണ് ഈ രീതിയിൽ ഭീതിയോടെ ഇവിടെ കഴിയുന്നത്. ഈ മരങ്ങൾ ഉടൻ മുറിച്ചു മാറ്റി സമാധാനത്തോടെ കഴിയാനുള്ള സാഹചര്യമെങ്കിലും ഒരുക്കിത്തരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.